ഹലോ, ഞങ്ങൾ ഈ ചിരിച്ചുല്ലസിച്ച് പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുക. ഒത്തിരി നാളായിട്ടാണ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അതേ മട്ടാഞ്ചേരി ലക്ഷ്യം വെച്ചിട്ടാട്ടാ പോകുന്നത്. ദേവുട്ടിക്ക് എങ്ങോട്ടോ പോകുന്നെന്ന് മനസ്സിലായതുകൊണ്ട് നല്ല ഹാപ്പിയിലാട്ടാ ആളെ. ബൈക്കിലിരുന്ന് പോകാൻ ആൾക്ക് നല്ല ഇഷ്ടം കേട്ടോ. പക്ഷെ അവൾ അങ്ങനെ ഒത്തിരി പുറത്തോട്ടൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയാണ് ആൾ. അപ്പോൾ അതേ സൈഡിൽ കാണുന്നത് ഞങ്ങളുടെ അമ്പലം കേട്ടോ. അവിടെ ഉത്സവമാണ്. അതേ പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇനി 3-5 ദിവസത്തേക്ക് നല്ല ഓളം ഒരുക്കും കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറെ ഇടാട്ടാ. ഫോർട്ട് കൊച്ചി എൻ്റെ ലക്ഷ്യത്തിലില്ലായിരുന്നു കേട്ടോ. എന്നാലും ഏട്ടൻ ആദ്യം ഫോർട്ട് കൊച്ചിയിലേക്കാണ് കൊണ്ടുപോയത്. കാരണം ഒത്തിരി നാളായിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട്. അവിടെ ചെന്നപ്പോൾ അതേ പ്രാവുംകൂട്ടത്തെ കണ്ട് ദേവുട്ടി അന്തം വിട്ട് നിൽക്കുവാണ്. ഞങ്ങൾ പിന്നെ ഇറക്കി വിട്ടു കേട്ടോ. ദേവുട്ടി എന്തായാലും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്കിത് ഇതിൻ്റെ നടുക്ക് നിന്ന് പിക്കൊക്കെ എടുക്കാം കേട്ടോ. ഞങ്ങൾ എടുത്തില്ല കേട്ടോ, നല്ല വെയിലായിരുന്നു ആ ടൈമിൽ. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുപ്പിയും പാട്ടയൊക്കെ പെറുക്കി അവർ മാറ്റുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ ദേ ഞാനൊരു പാനിപ്പൂരി ലവറാട്ടോ. ഇത് എവിടെ കണ്ടാലും എനിക്ക് അപ്പം വേണേ. പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവുട്ടി ദേ മൊത്തം ഓടി നടക്കുക കേട്ടോ. വീട്ടിലധികം സ്ഥലമില്ലാത്ത കാരണം അവൾ ഇവിടെയൊക്കെ ഓടി നടക്കുവാണ്. പിന്നെ ദേ കളിപ്പാട്ടം കുടിക്കാനായിട്ടപ്പോൾ ആൾക്ക് അപ്പം വേണം കേട്ടോ. പിന്നെ പപ്പയായിട്ട് ഓടിപ്പോയി വാങ്ങിക്കുവാണ്. ഇപ്രാവശ്യം കടലിൽ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കടലിൽ ഇറങ്ങിക്കഴിയുമ്പോൾ പോണത്. സാധാരണ കയറി കിടക്കണമായിരിക്കും ഞങ്ങൾ ചെല്ലുമ്പോൾ. ഇറങ്ങിയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. സൈഡിലായിട്ട് ഉപ്പിലിട്ടൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏട്ടനും ദേവുട്ടിയും കൂടി ജ്യൂസ് കുടിക്കാനായിട്ട് ഈ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവുട്ടിക്ക് ഈ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ പറ്റിച്ചിട്ടുണ്ടായിരുന്നേ. അവൾ അതിൽ തൃപ്തിയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ മട്ടാഞ്ചേരിക്ക് പോന്നു കേട്ടോ. മട്ടാഞ്ചേരി ജ്യൂ ടൗണിലേക്കാട്ടോ ഞങ്ങൾ വന്നത്. ഇവിടെ കാണാനായിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. പുരാവസ്തുക്കൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന കടകളാട്ടോ കൂടുതൽ. ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്ന് നേരെ സിനഗോഗിലോട്ടോ പോയത്. പള്ളിയിലേക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. ആ സമയത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാഴ്ചകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ നടന്നു പോയിട്ടാ. സിനഗോഗിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പഴയകാല പ്രതിമകൾ, പാത്രങ്ങൾ, അങ്ങനെ ഒത്തിരി പുരാവസ്തുക്കളൊക്കെ വിൽക്കുന്ന ആൻറ്റിക് ഷോപ്പുകളൊക്കെ കാണാം കേട്ടോ. അതുകൂടാതെ വസ്ത്രങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയില്ലെങ്കിലും കണ്ടു നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കഫേകളൊക്കെ ഉണ്ട് കേട്ടോ. വിദേശികളാണ് കേട്ടോ ഇവിടെ കൂടുതലും വരുന്നത്. ഈ ഷോപ്പുകളൊക്കെ ആണെങ്കിലും അവരെ ലക്ഷ്യമിട്ടിട്ടാട്ടോ പ്രവർത്തിക്കുന്നത്. അവിടെ പള്ളി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോകുന്നേ. അപ്പോൾ അതേ ദേവുട്ടിക്ക് ഒരു കരിക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഏട്ടൻ നിൽക്കുക കേട്ടോ. അവൾക്ക് അവിടെ നിന്ന് കരിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ ബോട്ട് ചെറ്റിയിൽ കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് പോരുമ്പോഴാണ് അവിടെ കാണുന്നത്. പിന്നെ അങ്ങോട്ട് കൂടി കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെയും കുറച്ച് നേരം നിന്ന് കുറച്ച് പിക്കൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.